നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിൽ ഗുരുതര പരാമർശങ്ങളുമായി ഡിവിഷൻ ബെഞ്ച്. സർവേയെക്കുറിച്ച് CPM-ന് മുൻകൂർ അറിവുണ്ടായിരുന്നു. പാർട്ടിക്ക് ഇതെങ്ങനെ അറിയാൻ സാധിച്ചെന്ന് കോടതി ചോദിച്ചു. ഇക്കാര്യത്തിൽ വിശ്വസനീയമായ വിശദീകരണം നൽകാനായില്ല. സർക്കാർ ഉത്തരവ് വരുന്നതിന് മുൻപ് CPM അണികൾക്ക് കത്തയച്ചു. ആക്ഷേപത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്ന മറുപടിയാണ് പാർട്ടി സെക്രട്ടറിയിൽ നിന്നും ഉണ്ടായത്. ഇത് ഹർജിക്കാരുടെ ആരോപണത്തിന് ബലം നൽകുന്നുവെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നു. വിവരങ്ങളുമായി ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് CN പ്രകാശ്, ഈ നവകേരള സർവേ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്? ടോം സൂചിപ്പിച്ച പോലെ തന്നെ നവകേരള സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം എന്ന പേരിൽ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ ഏതാണ്ട് 20 കോടി രൂപ ചെലവിൽ CPM വോളണ്ടിയർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉപയോഗിച്ച് നടത്തുന്ന സർവേയുടെ മറവിൽ ഇലക്ഷൻ കാലത്ത് പാർട്ടി പ്രചാരണവും ഇലക്ഷൻ പ്രചാരണവും നടത്താനുള്ള സർക്കാരിന്റെ നീക്കത്തിനാണ് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. അടിയന്തരമായി നടപടികൾ നിർത്തിവെക്കാനും പരിപാടിക്കായി പണം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് തള്ളാനും ആണ് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടത്. പുല്ലുവഴി ജില്ലാ പഞ്ചായത്ത് അംഗം കോൺഗ്രസ് നേതാവ് കൂടിയായ മുബ്ബാസ് നൽകിയ പൊതുതാൽപര്യ ഹർജിയിലാണ് അഡ്വക്കേറ്റ് അനു പി നായർ നടത്തിയ നിയമ പോരാട്ടമാണ് ഇപ്പോൾ വിജയത്തിലെത്തിയിട്ടുള്ളത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പെരുമാറ്റച്ചട്ടങ്ങൾക്കിടയിൽ തിരക്കപ്പെട്ട് സർക്കാർ പാലിക്കേണ്ട സാമ്പത്തിക ചട്ടങ്ങൾ ഒന്നും പാലിക്കാതെ ഇറക്കിയ ഉത്തരവിൽ ക്യാബിനറ്റ് തീരുമാനത്തിന് മുൻപ് തന്നെ പാർട്ടി സെക്രട്ടറി സർക്കുലർ ഇറക്കി എന്നെല്ലാം ഉള്ള ആക്ഷേപങ്ങൾ കോടതിയിൽ ഉന്നയിക്കപ്പെട്ടു. ഇതെല്ലാം അംഗീകരിച്ചുള്ള ഉത്തരവാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അഡ്വക്കേറ്റ് CN പ്രകാശ്, സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? കാരണം നവകേരള സർവേ തന്നെ റദ്ദാക്കിയ നടപടിയുണ്ട്. സർക്കാരിന് വലിയൊരു തിരിച്ചടി കൂടിയാണത്. സ്വാഭാവികമായി ഇതേ തുടർന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടികളായിരിക്കും, നീക്കങ്ങളായിരിക്കും ഉണ്ടാവുക? സ്വാഭാവികമായും സർക്കാർ അഡ്വക്കേറ്റ് ജനറൽ അടക്കമുള്ള ആളുകളുമായി ഈ കാര്യത്തിൽ നിയമവശങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും അടുത്ത നടപടിയിലേക്ക് കടക്കുക. ഉന്നത കോടതിയെ, സുപ്രീം കോടതി അടക്കം സമീപിക്കുന്ന സാഹചര്യം ഒരുപക്ഷെ സംജാതമാകും. കാരണം തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യമാണ്. ഇത് സർക്കാരിന് ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള തിരിച്ചടിയാണ്. ഒപ്പം തന്നെ ഈ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിൽ വളരെ ഗുരുതരമായ പരാമർശങ്ങൾ കൂടി നേരത്തെ ടോം സൂചിപ്പിച്ച പോലെ ഉണ്ട്.